പത്തനംതിട്ടയിലെ ജുവലറിയിൽ മോഷണം നടത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ കുടുങ്ങി. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ബിനോയ് ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. ബിനോയ്, എന്നാണ് സംഭവം നടന്നത്? ഏത് ജ്വല്ലറിയിൽ നിന്നാണ് ആഭരണം മോഷണം പോയത്? എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? രജനി, ശനിയാഴ്ച 3 മണിക്ക് ശേഷമാണ് പത്തനംതിട്ട നഗരത്തിലെ അറേബ്യൻ ജ്വല്ലേഴ്സ് എന്ന ജ്വല്ലറിയിൽ മോഷണം നടന്നിരിക്കുന്നത്. ഏകദേശം 3 മണിക്ക് ശേഷം ഇയാൾ കടയിലെത്തുകയും ആളൊഴിഞ്ഞൊരു കോണിലേക്ക് മാറിയിരുന്നതിന് ശേഷം സ്വർണ്ണാഭരണങ്ങൾ നോക്കിയിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ആളുകൾ മാറിയതിനു ശേഷം പതുക്കെ ഷോക്കേസിനകത്ത് ഉണ്ടായിരുന്ന ഏകദേശം 3-നും 4-നും ഇടയ്ക്ക് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല എടുത്ത് പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. അതിനുശേഷം മൊബൈൽ ഫോൺ വന്ന മാതിരി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. വൈകുന്നേരം സ്വർണ്ണാഭരണങ്ങളുടെ തൂക്കം പരിശോധിച്ചപ്പോഴേക്കും 3 മുതൽ 4 വരെ പവൻ തൂക്കം കുറവ് കണ്ടതിനെ തുടർന്ന് കട ഉടമ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ നിന്നുമാണ് ഇയാളാണ് മോഷണം നടത്തിയതെന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും ഈ മോഷണം നടത്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ജില്ലയിൽ വ്യാപകമായി നടത്തുന്നുണ്ട്. മറ്റ് ജില്ലകളിലും ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ ഇത്തരത്തിൽ നേരത്തെ മോഷണം നടത്തിയ ആളാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. രജനി, ബിനോയാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച പത്തനംതിട്ട ജില്ലയിലെ ജ്വല്ലറിയിൽ നടന്നൊരു മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ്. ആ മോഷ്ടാവ് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. CCTV ദൃശ്യങ്ങളാണ് ജ്വല്ലറി പുറത്തുവിട്ട്. CCTV ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.